മക്കളെ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസദുൽ സാർ. എല്ലാവർക്കും സ്വാഗതം മക്കളെ. നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് ഏകദേശം നമുക്കാണെങ്കിൽ ഒരു 55-നും 60-നും ഇടയ്ക്ക് നമുക്ക് മാർക്ക് നേടിത്തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങോട്ട് വരിക കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ വെക്കാം. എക്സ് പ്ലസ് എക്സ് ഇസ് ഇക്വൽ ടു എക്സ്, എക്സ് ഡോട്ട് എക്സ് ഇസ് ഇക്വൽ ടു എക്സ്. ഡിനോട്ട് വിച്ച് ലോ? ഏത് ലോ ആണ് ഇത് അപ്ലൈ ചെയ്യുന്നത് മക്കളെ? ഐഡംപൊട്ടന്റ് ലോ ഇല്ലേ? ഐഡംപൊട്ടന്റ്. അപ്പൊ ആ ലോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം കേട്ടോ. നമ്മുടെ ഒരു ബോക്സ് കൊടുത്തേപ്പുണ്ട്. ഡേറ്റ റെപ്രസെന്റേറ്റീവ് ബൂളിയൻ ആൾജിബ്രയ്ക്കകത്താണെങ്കിൽ, ബൂളിയൻ ആൾജിബ്ര സെക്ഷനകത്താണെങ്കിൽ ഒരു ബോക്സ് കൊടുത്തേപ്പുണ്ട്. ആ ലോസിനെ ബേസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ മക്കളെ, എന്താണ് പ്രോഗ്രാം റിട്ടേണിംഗ് ഹൈ ലെവൽ ലാംഗ്വേജസ് കൊണ്ട് നമ്മളെ സോഴ്സ് കോഡും. അപ്പൊ നമ്മുടെ ഫേസസ് ഇൻ പ്രോഗ്രാമിനകത്ത് അതൊക്കെ ഉണ്ട് മക്കളെ. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡ് ഇൻ ദ പ്രോഗ്രാം യൂസിംഗ് പ്രോഗ്രാം ലാംഗ്വേജ്, ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ്, എക്സിക്യൂഷൻ, ടെസ്റ്റിംഗ്, ലാസ്റ്റ് വൺ ഈസ് നമ്മളെ ഡോക്യുമെന്റേഷൻ. അപ്പൊ അത് വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വരാറുണ്ട്. അപ്പൊ അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ മക്കളെ, എന്ത് സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കണ്ടീഷണൽ ഓപ്പറേറ്റർ. മക്കളെ കുറെ ഓപ്ഷൻസ് കൊടുത്തേപ്പോ ഉണ്ടായിരുന്നു. പ്ലസ്, മൈനസ്, സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനകത്ത് മക്കളെ എന്തുവാടാ? ഇതിനകത്ത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഏതാണ്? ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ കോളനാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. മറന്നു പോകല്ലേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. സപ്ലൈയിങ് വാല്യൂ ടു എ വേരിയബിൾ അറ്റ് എ ടൈം ഓഫ് ഡിക്ലറേഷൻ. എന്താണ്? നമ്മുടെ ആണെങ്കിൽ ഡിക്ലറേഷൻ ടൈമിലാണെങ്കിൽ വാല്യൂനെ ഇനിഷ്യലൈസിനെ വിളിക്കുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന വിളിക്കുന്ന പേരെന്തോടാ? ഇനിഷ്യലൈസേഷൻ. മറക്കല്ലേ. ആൻഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ഇൻസൈഡ് അനദർ ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഒരു ഇഫിനുള്ളിൽ മറ്റൊരു ഇഫ് എന്ത് വിളിക്കാം നമുക്ക്? ഇറ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ഇഫ് എന്ന് വിളിക്കാൻ പറ്റും അല്ലേ? നെസ്റ്റഡ് ഇഫ് എന്ന് വിളിക്കാൻ പറ്റും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ഹെഡർ ഫയൽ യൂസ്ഡ് ഇൻ ദ ഗെറ്റ് ഫംഗ്ഷൻ. ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഹെഡർ ഫയൽ നമ്മൾ IOST. മറക്കല്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് അബാക്കസ് ആൻഡ് പാസ്കലൈൻ. അബാക്കസിനെ കുറിച്ചും പാസ്കലിനെ കുറിച്ചും അതുപോലെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ള, ഞാൻ കൂടുതൽ ഡെപ്തിലോട്ട് ഞാൻ പോകുന്നില്ല, സമയപരിമിതി ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ഫോളോയിങ്. മക്കൾ ഇതിനകത്തുള്ള ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആസ്കി, യൂണിക്കോഡ്, ഇതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് റെപ്രസെന്റ് -34 ഇൻ വൺസ് കോംപ്ലിമെന്റ് ഫോം. വൺസ് കോംപ്ലിമെന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള നമ്പേഴ്സ്. വൺസ് കോംപ്ലിമെന്റ് ഫോം ചോദിക്കാം, ടൂസ് കോംപ്ലിമെന്റ് ഫോം ചോദിക്കാം, സൈൻ ആൻഡ് മാക്രോ റെപ്രസെന്റേഷൻ ചോദിക്കാം. ഇതിനേക്കാൾ ഉപരിയാണെങ്കിൽ ഒരു നമ്പർ എന്നിട്ട് ഇങ്ങനെ ചോദിക്കാം. എന്താണ്? റെപ്രസെന്റ് ദാറ്റ് നമ്പർ ഇൻ ഇൻഡിജർ നമ്പർ റെപ്രസെന്റേഷൻ. ഇൻഡിജർ നമ്പർ ഫോമിലാണെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറയുകയാണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടു ഇൻപുട്ട് ഡിവൈസ്. ഏതെങ്കിലും രണ്ട് ഇൻപുട്ട് ഡിവൈസ് എക്സ്പ്ലെയിൻ ചെയ്യുക. കീബോർഡോ, മൗസോ, ലൈറ്റ് പെന്നോ, ജോയ്സ്റ്റിക്കോ, എന്ത് വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് എടുത്ത് നോക്കാം. കമ്പയർ റാം റോം ഡിഫറൻസിന്റെ ഒരു ബോക്സ് പഠിപ്പിച്ചപ്പോണ്ട് അത് 3 മാർക്കിനെ പഠിച്ചു വെക്കാം. മാക്സിമം ഒരു 3 മാർക്കിന് പഠിച്ചു വെച്ചേക്കുക. ഇത് 2 മാർക്കിനെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരു 3 മാർക്കിനെങ്കിലും പഠിച്ചു വെച്ചേക്കുക. അതിനകത്തുള്ള എല്ലാ പോയിന്റ്സും. റാം എന്ന് പറയുന്ന റോമിനേക്കാൾ ഫാസ്റ്റർ ആണ്. റോം ലോവർ മെമ്മറി ആണ്. റാമിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഡേറ്റ ഫംഗ്ഷൻ ഫയൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഫയൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷെ റോമിനകത്ത് ബൂട്ടപ്പ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ? ദെൻ റാമിനകത്ത് മക്കൾ എന്തുവാടാ? റാം എന്ന് പറഞ്ഞാൽ റീഡിങ്ങും റൈറ്റിംഗും വരോടാണ്. പക്ഷെ റോം എന്താ? നമ്മൾ റീഡിങ് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ? പക്ഷെ റാം വോളറ്റൈൽ ആണ്, പക്ഷെ റോം എന്താ? നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസസ് പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടോക്കൺ ഫ്രം ദി ഫോളോയിങ് അല്ലേ? കാരണം ഇവിടെ 72.34% അങ്ങനെ കുറെ ടോക്കൺസ് കൊടുത്തേപ്പുണ്ട്. ആ ടോക്കൺസുകളെല്ലാം ഒന്ന് ഐഡന്റിഫൈ ചെയ്തേക്കുക. അതും വളരെ ഇമ്പോർട്ടൻറ്റ്. 4 എന്ന് നമുക്ക് കീവേഡ് ആണല്ലേ? കീവേഡ് സ്മോൾ ലെറ്റർ 4 എന്നത് കീവേഡ് ആയിരിക്കും, ക്യാപിറ്റൽ ലെറ്റർ എന്നത് ഐഡന്റിഫയർ ആയിരിക്കും അല്ലേ? നെക്സ്റ്റ് 72.34 എന്ന് നമ്മൾ കോൺസ്റ്റന്റ് അഥവാ ലിറ്ററൽ ആണ്. നെക്സ്റ്റ് പെർസെന്റേജ് എന്ന് നമുക്ക് ഓപ്പറേറ്റർ ആണ്. സ്ലാഷ് എന്ന് നമുക്ക് എസ്കേപ്പ് സീക്വൻസ് ആണ്. മറക്കല്ലേ കേസ്. മറക്കരുത് കേട്ടോ. യെസ്, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 ടൈപ്സ് ഓഫ് ലിറ്ററസ് ഇൻ C++. ലിറ്ററസിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്താ മക്കളെ? ഇൻഡിജർ ലിറ്ററസ് ഉണ്ട്, സ്ട്രിംഗ് ലിറ്ററലുണ്ട്, പിന്നെന്താ മക്കളെ? ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് ഉണ്ട്, കാറ്റ് ലിറ്ററൽ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആയുധം. എക്സാമ്പിൾസ് താരിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് നമ്മളെ ഒരു ബ്രീഫായിട്ട് പറഞ്ഞ് എക്സ്പ്ലനേഷൻ ചെയ്ത് വെച്ചപ്പോണ്ട് അതിന്റെ കൂടെ ഒരു എക്സാമ്പിൾ കൊടുത്തേപ്പുണ്ട്. അപ്പൊ എല്ലാത്തിനും എക്സാമ്പിൾ ഒന്ന് ആഡ് ചെയ്യുക. എക്സാമ്പിൾ ഏറ്റവും ബെറ്റർ ആണ്, കാരണം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്താ മക്കളെ? എക്സാമ്പിളും കൂടെ റൈറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഡിഫൈൻ ദി ഫോളോയിങ് ടേംസ്. വേരിയബിൾ എന്താണ്? ഡേറ്റ ടൈപ്പ് എന്താണ്? ആ ഒരു ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ ടൈപ്സുകളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് ലൂപ്പ് യൂസിങ് വൈൽ. അതാണ്ട് ഈ ഒരു ഫോർ ലൂപ്പ് വന്നിട്ട് ചോദിക്കും. ഇതിന്റെ വൈൽ ലൂപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാനോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതിന് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർ, വൈൽ, ഡു വൈലിന്റെ സിന്റാക്സുകളാണ്. അത് അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും എന്താ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അത് മറന്നു പോകല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി 2 ജമ്പ് സ്റ്റേറ്റ്മെന്റ് C++.
ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. ബ്രേക്ക് കണ്ടിന്യൂ ഗോ ടു ഉണ്ട്. അതിന്റെ 3ന്റെ സിന്റാക്സുകളെല്ലാം പഠിച്ചു വെച്ചേക്കുക. എക്സാമ്പിൾ കോഡ് സെഗ്മെന്റ് സഹിതം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കാം, ഡിഫൈൻ അറേ, ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ അറേ ഡിക്ലറേഷൻ. അപ്പൊ അറേ എന്താണ്? അറേ ഇസ് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് മക്കളെ അറേ എന്ന് പറഞ്ഞാൽ. അപ്പൊ അറേയുടെ സിന്റാക്സ് എന്താ മക്കളെ? ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. അതാണ്ട് ഇതുപോലെ ഒരു എക്സാമ്പിൾ കൊടുക്കുക. എക്സാമ്പിൾ ആഡ് ചെയ്യുക. എക്സാമ്പിൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അത് വളരെ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, ഡിഫൈൻ ദ ഫോളോയിങ് ടൈംസ്. അറേ ഇനിഷ്യലൈസേഷൻ, അറേ ട്രാവേഴ്സൽ. അറേ ഇനിഷ്യലൈസേഷൻ സിന്റാക്സ് പ്രകാരം കൊടുക്കുക. അറേ ട്രാവേഴ്സൽ എന്താണെന്ന് കൊടുക്കുക. ഒരു എക്സാമ്പിൾ കോഡ് സെഗ്മെന്റ് കൊടുക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. നമ്മളെ പഠിപ്പിച്ചാണ് ഇന്നലെ മാരത്തോണെല്ലാം പഠിപ്പിച്ചത്, അതുകൊണ്ട് കൂടുതൽ ഡെപ്തിലോട്ട് പോകട്ടോ. നെക്സ്റ്റ് നോക്കാം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഡിഫറൻസ് എഞ്ചിൻ ട്യൂറിംഗ് മെഷീൻ. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 നമ്പർ സിസ്റ്റംസ്. മക്കളെ ഏകേടാ? ഡെസിമൽ, ബൈനറി, ഒക്ടൽ. ഏതെങ്കിലും എക്സാഡെസിമൽ, ഏതെങ്കിലും 3 നമ്പർ സിസ്റ്റം എന്നാണ് ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നോക്കാം, ഡ്രോ ദ ഡയഗ്രാം ആൻഡ് ട്രൂത്ത് ടേബിൾ ഓഫ് ഫോളോയിങ്. ആന്റി ഗേറ്റിന്റെ ഡയഗ്രവും ട്രൂത്ത് ടേബിളും വരച്ചു വെച്ചേക്കുക. ഓക്കെ, ഇതാണ് ഇതേപോലെ കേട്ടോ. നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 മെത്തേഡ്സ് ഓഫ് ഡിസ്പോസിംഗ് വേസ്റ്റ്. ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് റീസൈക്ലിംഗ് ബൈ വേസ്റ്റ്, റീയൂസിങ്, ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ് ഇല്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും 3 എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുക. അത് ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അതൊരിക്കലും മിസ്സാക്കല്ലേ. നെക്സ്റ്റ് നോക്കാം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എടുത്ത് പറയുന്നതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 3 ടൈപ്സ് ഓഫ് എറേഴ്സ് ദാറ്റ് ഒക്കർ ഇൻ പ്രോഗ്രാമിംഗ്. സിന്റാക്സ് എറർ ഉണ്ട്, ലോജിക്കൽ എറർ ഉണ്ട്, റൺ ടൈം എറർ. എന്താണ് സിന്റാക്സ് എന്ന് പറഞ്ഞാൽ? പ്രോഗ്രാമിന്റെ സിന്റാക്സ് അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യാതെ വരുമ്പോൾ എറേഴ്സ് നമ്മളെ സിന്റാക്സ് എറർ എന്ന് പറഞ്ഞാൽ. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക്. അപ്പോൾ ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ. റൺ ടൈം എറർ എന്ന് പറയുന്നത് റൺ ടൈമിൽ എക്സിക്യൂഷൻ ടൈമിലാണെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് വാല്യൂ കൊടുക്കുന്നു. അതാണ് റൺ ടൈം എറർ എന്ന് പറയുന്നത്. മറക്കരുതേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, വാട്ട് ഇൻ ബിഗ് കമന്റ്സ് ഇൻ C++. കമന്റ്സ് 2 ടൈംസ് ഉണ്ട്. സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്, മൾട്ടി ലൈൻ കമന്റ് ഉണ്ട്. സിംഗിൾ ലൈൻ കമന്റ് 2 സ്ലാഷ് ഇടുന്നതാണ്, ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ മൾട്ടി ലൈൻ കമന്റ് നമ്മളെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട് അല്ലേ. ഓപ്പണിംഗ് ക്ലോസിംഗ് ഇതേപോലെ ഉണ്ട്. നെക്സ്റ്റ് നോക്കാം, റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ഏരിയയും പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കുന്നത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇപ്പൊ സം ഓഫ് 2 നമ്പേഴ്സിന്റെ പ്രോഗ്രാമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സം ഓഫ് 2 നമ്പേഴ്സിന്റെ പ്രോഗ്രാമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിസ്സാക്കല്ലേ. നെക്സ്റ്റ് നോക്കാം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ആൻഡ് ഫോളോയിങ്. ബബിൾ സോർട്ട് എന്താണ്? സെലക്ഷൻ സോർട്ട് എന്താണ്? അത് പ്ലസ് അതിന്റെ കൂടെ അൽഗോരിതം പഠിച്ചു വെച്ചേക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൽഗോരിതം പ്ലസ് പഠിച്ചു വെച്ചേക്കണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. മിസ്സാക്കല്ലേ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, 2D അറേ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. 2 ഡയമെൻഷണൽ അറേ എന്താണ്? അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് കമ്പയർ ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച് കേട്ടോ. അപ്പൊ അതിന്റെ ഈ ഒരു പോയിന്റ്സുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കുക. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിസ്സാക്കല്ലേ. Next you can briefly explain 3 stream functions in input output operations. Get function, get line function, put function, write function. അപ്പൊ അതും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഡിഫൈൻ ദ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെയിം എനി ടു ഇറ്റ്സ് ഫംഗ്ഷൻസ്. OS എന്ന് പറഞ്ഞാൽ മക്കളെ OS എന്ന് പറഞ്ഞാൽ ഒരു യൂസർ നെയിം ഹാർഡ്വെയർ നെയിം ഇടയ്ക്കുള്ള ഒരു ഇന്റർഫേസ് ആണ് OS എന്ന് പറഞ്ഞാൽ. അതിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് മക്കളെ? പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ് അല്ലേ. ആ ഒരു ഓപ്പറേഷൻ ആ ഫംഗ്ഷൻസുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയുന്നു കേട്ടോ. നെക്സ്റ്റ് നോക്കാം, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ് മക്കളെ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് നോക്കാം, റൈറ്റ് ആൻ അൽഗോരിതത്തിന്റെ പ്രിന്റ് നമ്പേഴ്സ് ഫ്രം 1 to 100. ഇപ്പോൾ 1 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു അൽഗോരിതം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേണമെങ്കിൽ 1 തൊട്ട് 100 വയ്ക്കാം, അല്ലെങ്കിൽ 1 to 10 വയ്ക്കാം, 1 to 50 വയ്ക്കാം, അല്ലെങ്കിൽ 2 to 50 വയ്ക്കാം. അപ്പൊ അവിടെ ഇനിഷ്യലൈസേഷനും കണ്ടീഷനും ഒക്കെ മാറ്റി കൊടുക്കേണ്ട കാര്യമുള്ള എല്ലാ മാറ്റമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ഡ്രോ ഇറ്റ്സ് ഫ്ലോ ചാർട്ട്. ഇതിന്റെ ഫ്ലോ ചാർട്ടും വരയ്ക്കുക. ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്താ നമ്മൾ അതിന്റെ സ്യൂട്ട് സിമ്പിൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, വിച്ച് ആർ ദി 4 കമ്പോണൻസ് ഓഫ് C++ ലൂപ്പിന്റെ 4 കമ്പോണൻസുകൾ മക്കളെ കേടാ. ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് എൻട്രി കണ്ട ലൂപ്പ് ആൻഡ് എക്സിറ്റ് കണ്ട ലൂപ്പ്. ആ ഡിഫറൻസ് കൊടുക്കുക. അപ്പൊ ഇത്രയാണ് മക്കളെ എന്താണ് നമ്മുടെ ഈ ചാപ്റ്റേഴ്സിലൊക്കെ ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പൊ നല്ല മാർക്ക് സ്കോറിന് എടുത്തരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത്. പ്ലസ് നമ്മുടെ സൂപ്പർ 60 ലൈവ് ക്ലാസ്സുകളും പഠിക്കുക. പിന്നെ നമ്മുടെ എന്താ മക്കളെ ക്വസ്റ്റ്യൻസുകൾ പഠിക്കുക. പിന്നെ നമ്മുടെ മാരത്തോൺ പഠിപ്പിച്ചായിരുന്നു. ആ മാരത്തോൺ ലൈവുകൾ കാണുക. മാരത്തോൺ ലൈവ് നമ്മൾ ഇന്നലെ 11 മണി അടുപ്പിച്ച് കണ്ട ലൈവ് കഴിയല്ലേ. അപ്പം എല്ലാവരും അത് കാണുക. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.